ഇന്ത്യയും റഷ്യയും കൂടി ഒരുമിച്ച് ഉണ്ടാക്കിയ ഒരു മിസൈലാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത്. അതിൻ്റെ ആ മിസൈലിൻ്റെ ഒരു പ്രത്യേകതകളെല്ലാം നമ്മൾ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ കണ്ടതാണ്. അപ്പം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഇന്ത്യ അതിൻ്റെ രണ്ടാം പതിപ്പ് ബ്രഹ്മോസ് 2 നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പം ആദ്യത്തെ ഇതിൽ വരുന്നത് 290 കിലോമീറ്റർ റേഞ്ച് ആണെങ്കിൽ രണ്ടാമത്തെ ഇതിൽ വരുന്നത് 800 കിലോമീറ്റർ റേഞ്ചാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച്. ഹരിമ സാർ, അതിനെപ്പറ്റി എന്താണ് സാറിന് പറയാനുള്ളത്? ഇന്ത്യയുടെ അഭിമാനമായ ഒരു മിസൈലാണ് ബ്രഹ്മോസ് മിസൈൽ. സൂപ്പർസോണിക് വേഗത, അതായത് മാക്ക് 3 എന്ന് പറയുന്ന വേഗതയോട് അടുപ്പിച്ചുള്ള വേഗത കൈവരിക്കുന്ന ഒരു മിസൈലാണ്. ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാന്റെ പ്രധാന വിമാനത്താവളങ്ങളും അതുപോലെ പാകിസ്ഥാന്റെ കമാൻഡ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെന്ററുകളും ഒക്കെ ഈ ബ്രഹ്മോസ് മിസൈലിന്റെ ആക്രമണത്തിൽ തകർന്നുപോയ വാർത്ത നമ്മൾ വായിച്ചതാണ്. ബ്രഹ്മോസ് മിസൈൽ പ്രാക്ടിക്കലി ഇന്ന് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാൽ തടയാൻ കഴിയില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ 2 തരത്തിലുള്ള ബ്രഹ്മോസ് മിസൈലുകളാണ് ഇന്ത്യയുടെ കൈവശമുള്ളത്. ഇന്ത്യ ആദ്യം നിർമ്മിച്ചത് ഈ 290 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു മിസൈലാണ്. അത് അമർദീപ് പറഞ്ഞതുപോലെ റഷ്യയുമായിട്ട് സംയുക്തമായിട്ടാണ് ഈ മിസൈൽ നിർമ്മിച്ചിരിക്കുന്നത്. ചേർന്നിട്ട് ഇന്ത്യക്ക് 51% ഷെയറും റഷ്യക്ക് 49% ഷെയറുമാണ് ആ വെഞ്ചറിലുള്ളത്. നമ്മുടെ ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയിലെ മോൾഡോവ എന്ന് പറയുന്ന നദിയുടെയും കൂടെ പേരുകൾ ഒരുമിച്ച് ചേർത്താണ് ബ്രഹ്മോസ് എന്നുള്ള പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ മിസൈല് ആദ്യം നമ്മൾ മിസൈൽ കൺട്രോൾ റഷീം എന്ന് പറയുന്ന ഒരു ലോകത്തൊരു നിയന്ത്രണമുണ്ട്, ഒരു സംഘടനയുണ്ട്. അവര് ഈ 300 കിലോമീറ്ററിലധികം റേഞ്ചുള്ള മിസൈലിന്റെ ടെക്നോളജി ഈ കൺവെൻഷനിൽ, അതായത് ഈ സംഘടനയിൽ അംഗമല്ലാത്ത ഒരു രാജ്യത്തിന് വേറൊരു രാജ്യത്തിൽ നിന്നും കിട്ടില്ല. അത് കാരണം അന്ന് നമ്മൾ അതിൽ ഒപ്പിട്ടിട്ടില്ലായിരുന്നു, നമ്മൾ അതിൽ അംഗമാക്കിയിട്ടില്ലായിരുന്നു. ആദ്യം അതുകൊണ്ട് 290 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു മിസൈലാണ് റഷ്യയും ഇന്ത്യയും ചേർന്ന് നിർമ്മിച്ചത്. പക്ഷെ അതിനുശേഷം ഇന്ത്യയെ MTCR, മിസൈൽ ടെക്നോളജി കൺട്രോൾ റഷീം, അതാണ് അതിൻ്റെ പേര്. ഞാനിപ്പോൾ ഇടയ്ക്ക് ആദ്യം പറഞ്ഞപ്പോൾ അങ്ങ് വിട്ടുപോയത്. അപ്പോൾ MTCRൽ പിന്നീട് ഇന്ത്യ അംഗമായപ്പോൾ ഇന്ത്യക്ക് കൂടുതൽ മികച്ച ടെക്നോളജി കൈമാറ്റം ചെയ്യുന്നതിൽ റഷ്യക്ക് തടസ്സമില്ലാതായി. അങ്ങനെയാണ് ഇതിൻ്റെ റേഞ്ച് 290 നിന്നും 450 വർദ്ധിപ്പിച്ചു. ഇപ്പോൾ ഇന്ത്യയുടെ കൈവശം 450 കിലോമീറ്റർ റേഞ്ചുള്ള ബ്രഹ്മോസും ഉണ്ട്. അതോടുകൂടി അതൊരു ഗെയിം ചേഞ്ചറായി. അതായത് ഇന്ത്യയുടെ ഉള്ളിൽ നിന്നുകൊണ്ട്, ഇന്ത്യയുടെ ഇപ്പോൾ പഞ്ചാബിൻ്റെയോ അതല്ലെങ്കിൽ ഗുജറാത്തിൻ്റെയോ രാജസ്ഥാൻ്റെയോ അതിർത്തിയിൽ നിന്നും കുറെ മാറിയിട്ട് നിന്നുകൊണ്ട് തന്നെ വിക്ഷേപിച്ചാലും ഇത് പാകിസ്ഥാനിലെ കറാച്ചിയിലോ അല്ലെങ്കിൽ ലാഹോറിലോ അതിർത്തിയിൽ കൊണ്ടുപോയി വിക്ഷേപിച്ചാൽ ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലുമൊക്കെ ഈ മിസൈൽ എത്തും, കരയിൽ നിന്ന് വിക്ഷേപിച്ചാൽ പോലും. അപ്പോൾ ഒരു 500 കിലോമീറ്ററിന് അടുപ്പിച്ച ദൂരമേ ഉള്ളൂ പാകിസ്ഥാനിലെ പല പ്രമുഖ നഗരങ്ങളും ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്നും. അപ്പം ബ്രഹ്മോസിന്റെ റീച്ചിന് പുറത്തല്ല, ഉള്ളിലാണ്. ഇപ്പോൾ ഇന്ത്യ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടി റേഞ്ചുള്ള ഒരു ബ്രഹ്മോസ് A എന്നുള്ള ഒരു മിസൈലാണ്. അതിന് 800 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. ഇത് ആകാശത്തിൽ നിന്നും വിക്ഷേപിക്കുന്ന ഒരു മിസൈലായിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അതായത് സുഖോയ് വിമാനത്തിൽ നിന്നും ഈ മിസൈല് ഒരുപക്ഷെ നമ്മുടെ ഉത്തർപ്രദേശിൽ നിന്ന് വിക്ഷേപിച്ചാലും പാകിസ്ഥാന്റെ പ്രധാന കേന്ദ്രങ്ങളിലെത്തും. അങ്ങനെ ഒരു സ്റ്റാൻഡ് ഓഫ് വെപ്പൺ എന്നുള്ളൊരു കാറ്റഗറിയിലാണ് ഇപ്പോൾ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു മെച്ചം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ സുഖോയ് വിമാനങ്ങൾക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ കൈവശമുള്ള ബ്രഹ്മോസ് മിസൈലുകൾ, ബ്രഹ്മോസ് 1 എന്ന് പറയുന്ന മിസൈൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈസ്, വെയിറ്റ്, അതായത് 2.5 ടണ്ണാണ് അതിൻ്റെ വെയിറ്റ്. ഇതും അതുപോലെ 6 മീറ്റർ ആണ് നീളം. ഇത് ഇതേ ലെങ്തും ഇതേ വെയിറ്റുമേ ഈ പുതിയ മിസൈൽ, കൂടുതൽ ദൂരപരിധിയുള്ള ഈ മിസൈലിന് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ചിലർക്ക് സംശയം തോന്നാം, ഇതെങ്ങനെയാണ് സാധാരണഗതിയിൽ കൂടുതൽ ശക്തിയുള്ള ഒരു മിസൈൽ ആകുമ്പോൾ അതിന് കൂടുതൽ വെയിറ്റ് ആവാൻ സാധ്യതയുണ്ട്. കാരണം കൂടുതൽ എഞ്ചിനും പ്രത്യേക കൂടുതൽ പ്രൊപ്പല്ലന്റ് ഇന്ധനമൊക്കെ നിറക്കേണ്ടി വരും. പക്ഷെ അവിടെ ഇന്ത്യ പുതിയൊരു എഞ്ചിൻ വികസിപ്പിച്ചു. അത് ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചതാണ്. ഈ പുതിയൊരു സ്ക്രാംജെറ്റ് എഞ്ചിൻ, കൂടുതൽ ശക്തിയുള്ള സ്ക്രാംജെറ്റ് എഞ്ചിൻ, പഴയ വെയിറ്റ് മാത്രമുള്ള കോമ്പോസിറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ച്, അതായത് കൂടുതൽ ശക്തിയും എന്നാൽ ഭാരം കുറവുമായിട്ടുള്ള ചില
ലോഹങ്ങൾ ഇന്ത്യ തന്നെ ഉണ്ടാക്കിയെടുത്ത് അതിൽ നിന്നും അതുപയോഗിച്ച് ഒരു പുതിയ എഞ്ചിൻ നിർമ്മിച്ചു. ആ സ്ക്രാംജെറ്റ് എഞ്ചിനാണ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഭാരം കൂടാത്തത്. അതുപോലെ കൂടുതൽ ഊർജം തരുന്ന ഒരു പ്രൊപ്പല്ലൻ്റ് ഇതിനകത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത് സ്ക്രാംജെറ്റ് ആണ്, ആകാശത്തിൽ നിന്നാണ് വായു വലിച്ചെടുത്ത് ഓക്സിഡൈസർ ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള ഇത് വിമാനത്തിൽ നിന്നും വിക്ഷേപിക്കുമ്പോൾ ഇതിൻ്റെ ശക്തി 10 മടങ്ങായിരിക്കും. കാരണം ഈ ആകാശത്തിൽ നിന്ന് വരുമ്പോൾ തന്നെ ഇതിനൊരു വലിയ വേഗതയുണ്ട്. ആ വേഗതയിൽ തന്നെ ഇതിനൊരു ഒരു മാരകശേഷി കൈവരും. അപ്പം നമ്മളൊരു വലിയ വേഗത്തിൽ ഒരു കല്ലെടുത്ത് ഒരാളെ എറിയുവാണെങ്കിൽ അതിനകത്തിൽ പൊട്ടിത്തെറിക്കുകയൊന്നുമില്ലെങ്കിലും ആ കല്ലിനൊരു ഊർജ്ജം ഉണ്ടാകും. ആ ഊർജ്ജം ഈ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടിട്ട് ലക്ഷ്യസ്ഥാനത്ത് നാശം ഉണ്ടാക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന തത്വം. ഈ ബ്രഹ്മോസ് സുഖോയ് 30 ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിൽ ഇപ്പോഴത്തെ രണ്ടാമത്തെ മിസൈലും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിൽ യാതൊരു തടസ്സവുമില്ല. കാരണം പഴയതിൻ്റെ അത്രയും തന്നെ വെയിറ്റേ ഉള്ളൂ, പഴയതിൻ്റെ അതേ ഡൈമെൻഷൻ ഉണ്ട്. ഇതിൻ്റെ ഇന്റേണൽ ബേയിൽ ഈ മിസൈല് പഴയതുപോലെ, അതായത് വിമാനത്തിൻ്റെ ഉള്ളിൽ ഈ മിസൈൽ വെക്കാനൊരു സ്ഥലമുണ്ട്, അതിനാണ് ഇന്റേണൽ ബേ എന്ന് പറയുന്നത്. അവിടെയൊക്കെ ഇത് ഘടിപ്പിക്കുന്നതിൽ ഒരു തടസ്സവുമില്ല. അത് എല്ലാം വളരെ നോർമലായിട്ട് ചെയ്യാം, വളരെ വേഗത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇതിൻ്റെ സോഫ്റ്റ്വെയറും വിമാനത്തിൻ്റെ സോഫ്റ്റ്വെയറുമായിട്ട് മേറ്റ് ചെയ്താൽ മാത്രം മതി. ഈ മിസൈലിൻ്റെ സൈസ് പഴയത് തന്നെ ആയതുകൊണ്ട് നമുക്ക് അത് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഈ 2026 അതിൻ്റെ ടെസ്റ്റ് തുടങ്ങും എന്നാണ്. ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ വിമാനത്തിൽ നിന്നും ഇത് അവിടെ നിന്നുമേ ഈ എഞ്ചിൻ ഓണായിട്ടല്ല ഇത് ലോഞ്ച് ചെയ്യുന്നത്. വിമാനത്തിൽ നിന്നും ആദ്യം ഇത് ഡ്രോപ്പ് ചെയ്യും. അത് ഡ്രോപ്പ് ടെസ്റ്റിനും, അതായത് വിമാനത്തിൻ്റെ ബേ തുറന്നിട്ട് വിമാനത്തിൽ നിന്നും ഇത് പുറത്തേക്ക് തള്ളി ഇത് ഡ്രോപ്പ് ആവുന്നതിന് ഒരു മൈക്രോ സെക്കൻഡിനുള്ളിൽ ഇതിൻ്റെ എഞ്ചിൻ സ്റ്റാർട്ടാകും, ഡ്രോപ്പ് ആയിക്കഴിഞ്ഞാൽ. അങ്ങനെയാണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്റ്റാർട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നീട് ഇത് ഒരു കുതിപ്പാണ്. മനസ്സിലായോ? ഇത് വിമാനത്തിൽ നിന്ന് ഒരു 100 മീറ്ററോളം താഴോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഇതിൻ്റെ എഞ്ചിൻ അങ്ങ് സ്റ്റാർട്ടാകും. സ്റ്റാർട്ടായിട്ട് പിന്നെ ഒരു കുതിപ്പാണ്. അപ്പോൾ ആ ടെസ്റ്റുകൾ ഈ 2026 അവസാനത്തോടുകൂടി പെട്ടെന്ന് തുടങ്ങും. ഇതിന് വലിയ ടെസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല യഥാർത്ഥത്തിൽ. കാരണം ഇതിൻ്റെ ടെക്നോളജിയൊക്കെ നമ്മുടെ കൈവശം ഉള്ളതാണ്. റേഞ്ച് വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മോസ് 1ന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ് ശരിക്കും ചെയ്യുന്നത്. അത് എങ്ങനെ ബെറ്റർ ആക്കി, തീർച്ചയായിട്ടും അത് ബെറ്റർ ആക്കി അതിൻ്റെ റേഞ്ച് വർദ്ധിപ്പിച്ച് അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു ഭാഗത്ത്. പക്ഷേ ഇന്ത്യ പുതുതായിട്ട് ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞ് വേറൊരു മിസൈലും കൂടെ വികസിപ്പിക്കുന്നു. ഈ ബ്രഹ്മോസ് മിസൈൽ ഫാമിലി എന്നാണ് പറയുന്നത്. അതൊരു പല മിസൈലുകളുണ്ട്. ബ്രഹ്മോസ് NG ഉണ്ട്, ബ്രഹ്മോസ് 1, ബ്രഹ്മോസ് 2. ഇത് ബ്രഹ്മോസ് A ആണ്. ബ്രഹ്മോസ് 2 എന്നുള്ളതും നമ്മൾ വികസിപ്പിക്കുന്നുണ്ട്. അത് വേറൊരു മിസൈല്. അപ്പോൾ നിരവധി ഡെറിവേറ്റീവ്സ്, ഒറിജിനൽ മിസൈലിൻ്റെ നിരവധി ഡെറിവേറ്റീവ്സ്, നിരവധി സ്റ്റേജ് അത് മെച്ചപ്പെടുത്തി സമാന്തരമായിട്ട് നമ്മൾ ഹൈപ്പർസോണിക്, ഇത് ഒരു സൂപ്പർസോണിക് മിസൈലാണ്. സമാന്തരമായിട്ട് നമ്മളൊരു ഹൈപ്പർസോണിക് മിസൈൽ ഓൾറെഡി വികസിപ്പിച്ചിട്ടുണ്ട്. ഗ്ലാഡായിട്ടുള്ള ലോങ് റേഞ്ച് LRASHM, ലോങ് റേഞ്ച് ആൻറ്റി ഷിപ്പ് മിസൈൽ. അത് ഈ അടുത്ത കാലത്ത് നമ്മൾ പരീക്ഷിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയിട്ട് ലിമിറ്റഡ് നമ്പർ ഓഫ് LRASHM നമ്മൾ നേവിയുടെ ഭാഗമായിട്ടുണ്ട്. അത് മുഖ്യമായിട്ടും കപ്പലുകളെ തകർക്കാനാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇറാൻ്റെ കയ്യിൽ അങ്ങനെ ഒരു LRASHM ഒക്കെ ഉണ്ടെങ്കിൽ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ അങ്ങോട്ട് ചെല്ലില്ല. ഇന്ത്യയുടെ കയ്യിൽ ഇപ്പം ഇന്ത്യ വികസിപ്പിച്ചെടുത്ത LRASHM-ന് 1500 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. അപ്പോൾ ചിലരൊക്കെ ചോദിക്കാം, അങ്ങനെ ഒരു മിസൈൽ ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഈ ബ്രഹ്മോസ് എന്ന്? അത് വ്യത്യാസമുണ്ട്. അതായത് ഈ പല തരത്തിലുള്ള മിസൈലുകൾ നമുക്ക് വേണം. കാരണം ഒരു മിസൈൽ മാത്രമായാൽ അതിൻ്റെ സഞ്ചാരപഥത്തെ ട്രാക്ക് ചെയ്ത്, അതിൻ്റെ മൂവ്മെൻറ്റിനെ ട്രാക്ക് ചെയ്ത് കൃത്യമായിട്ട് അതിനെ തടയാനുള്ള ആൻറ്റി മിസൈൽ സംവിധാനം രൂപപ്പെടുത്തും. ചിലപ്പോൾ ഒരു യുദ്ധത്തിൽ അത് വിജയിച്ചെന്നിരിക്കും, രണ്ടാമത്തെ യുദ്ധത്തിൽ അതിന് ബദലായിട്ടുള്ള ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം നമ്മുടെ ശത്രുവിന് രൂപപ്പെടുത്താൻ പറ്റും. ഇവിടെ പാകിസ്ഥാനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ചൈനയാണ്. പാകിസ്ഥാന് അങ്ങനെയുള്ള ഒരു
വലിയ ടെക്നോളജി ഒന്നും നമ്മൾ പ്രതീക്ഷിക്കണം. അതായത് കാരണം നമ്മുടെ ഈ- നമ്മുടെ കയ്യിലുള്ള മിസൈലിന്റെ ഒരു രീതി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതനുസരിച്ചിട്ട് അതിനുള്ള ഒരു ഡിഫൻസ് സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഇത് തീർച്ചയായിട്ടും വരുമ്പോൾ നമുക്കതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരും. അപ്പൊ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ പല പല തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കി പല ഓരോ സിറ്റുവേഷൻ ആ അനുസരിച്ചിട്ട് അത് ഇറക്കും. അതെ, പല പല തരത്തിലുള്ള മിസൈലുകൾ, പല പല അതെ റേഞ്ച് ഉള്ള മിസൈലുകൾ, പല പല പ്ലാറ്റ്ഫോംസിൽ നിന്ന് വിക്ഷേപിക്കുന്നു. ഇപ്പൊ ലാൻഡ്, കരയിൽ നിന്ന് വിക്ഷേപിക്കും, വിമാനത്തിൽ നിന്ന് വിക്ഷേപിക്കും, കപ്പലിൽ നിന്ന് വിക്ഷേപിക്കും, അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കും. അങ്ങനെ ഒരു 4-5 പ്ലാറ്റ്ഫോമിൽ നിന്ന് വിക്ഷേപിക്കുക. ഇതൊക്കെയാണ് ആധുനിക യുദ്ധത്തിൽ. അതായത് ഇപ്പൊ നിങ്ങൾ കാറ് വാങ്ങിക്കുമ്പോൾ അറിയാം, കാർ ഓരോ വർഷം കഴിയുമ്പോഴും പുതിയ വെർഷൻ ഇറക്കിക്കൊണ്ടിരിക്കും. പണ്ട് പിന്നെ വാങ്ങിച്ച മാരുതിയുടെ അല്ലല്ലോ ഇപ്പോഴും, സ്വിഫ്റ്റ് അല്ലല്ലോ ഇപ്പോഴുള്ളത്. അതിങ്ങനെ ഇപ്പൊ ടാറ്റയൊക്കെ ആണെങ്കിൽ ഓരോ 2 വർഷം ഇരിക്കുമ്പോഴും പഴയതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള വെർഷൻ ഇറക്കും. അതുപോലെയാണ് മിസൈലുകളുടെ കാര്യത്തിൽ വരുന്നത്. അതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. കാരണം എതിരാളിക്ക് ഒരിക്കലും ഇപ്പൊ ബ്രഹ്മോസ് 1ന്റെ കാര്യത്തിൽ പാകിസ്ഥാൻ ഇപ്പൊ ഏതാണ്ട് ഒരു ഐഡിയ ഉണ്ടാവും. ചൈനയ്ക്ക് അവരത് കൊടുത്തിട്ട് ചൈന അതിനുള്ള മറുമരുന്ന് ഉണ്ടായി കാണും. അപ്പോഴാണ് നമ്മൾ അടുത്ത ബ്രഹ്മോസ് ഉണ്ടാക്കുന്നത്. അതങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇതൊരു നിരന്തരമായ പ്രോസസ്സാണ്. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ആക്രമണത്തിന്റെ കുന്തമന തന്നെ ആയിരിക്കും ഈ ഇപ്പോൾ വികസിപ്പിക്കുന്ന ബ്രഹ്മോസെ. 800 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു സ്റ്റാൻഡ് ഓഫ് വെപ്പൺ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ആ, സുരക്ഷയ്ക്ക് ഇതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ശത്രുവിന്റെ മിസൈലുകൾ കൊണ്ട് നശിപ്പിക്കപ്പെടാതെ സുഖോയ് വിമാനം ദൂരെ നിന്നുകൊണ്ട് തന്നെ, ഇന്ത്യയുടെ ആകാശത്തിൽ നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ എല്ലാ അതായത് ഈ മിസൈൽ പെഷവാർ വരെ എത്തും. മനസ്സിലായി. ഹരിയാനയുടെ മുകളിലൂടെ പറക്കുന്ന ഒരു വിമാനം പെഷവാറിനെ വരെ ടാർഗറ്റ് ചെയ്യാൻ ഇതുകൊണ്ട് പറ്റും. ഒരു വിമാനത്തിനും പാകിസ്ഥാന്റെ ജോഗ്രഫിക്കൽ അതിർത്തി കടക്കേണ്ട വരത്തില്ല. അതായത് വിമാനം ഇനി അഥവാ വെടിവെച്ചിട്ടാൽ പോലും പൈലറ്റ് സുഖമായിട്ട് ഇജക്ട് ചെയ്ത് നമ്മുടെ നാട്ടിൽ തന്നെ ആയിരിക്കും ഇറങ്ങുന്നത്. ഇതാണ് ഇതിന്റെ ഇപ്പോഴത്തെ ഒരു പുതിയ മിസൈലിന്റെ പ്രത്യേകതകൾ. വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം.